കമ്പ്യൂട്ടറിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് കമ്പ്യൂട്ടറിന് 3 ഭാഗങ്ങളാണുള്ളത്. ഇൻപുട്ട് യൂണിറ്റ്, പ്രോസസ്സർ, ഔട്ട്പുട്ട് യൂണിറ്റ്. ഇനി ഇൻപുട്ട് യൂണിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറിനകത്തേക്ക് ഡാറ്റ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന പാർട്സുകളെല്ലാം നമ്മൾക്ക് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയാം. നമ്മൾ കീബോർഡിലൂടെ മൗസിലൂടെ ഒക്കെ ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് യൂണിറ്റ് എന്താണ്? ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡാറ്റ അത് കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായ രീതിയിൽ റിസൾട്ട് തരുന്നു. അതിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ റിസൾട്ട് ഏതെല്ലാം മാർഗത്തിൽ നമുക്ക് കിട്ടുന്നു അതിന് നമുക്ക് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയാം. ഉദാഹരണത്തിന് മോണിറ്ററിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും, പ്രിൻ്ററിലൂടെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ഹെഡ്ഫോൺ, ഹെഡ്സെറ്റ് അങ്ങനെയുള്ളത് യൂസ് ചെയ്തിട്ട് നമുക്ക് പാട്ട് കേൾക്കാനായിട്ട് പറ്റുന്നു. ഇങ്ങനെയുള്ള കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളെ നമുക്ക് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയാം. ഇനി 3 തരത്തിലുള്ളതിൽ മെയിനായിട്ട് വരുന്ന പാർട്ടാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ മെയിനായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. കൺട്രോൾ യൂണിറ്റ്, അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. ഇതിൽ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പ്രവർത്തനത്തിനെയും അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ധർമ്മമാണ് കൺട്രോൾ യൂണിറ്റിനുള്ളത്. അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അരിത്തമാറ്റിക് യൂണിറ്റിലാണ്. അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയുള്ള കണക്കിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അരിത്തമാറ്റിക് യൂണിറ്റിലാണ് നടക്കുന്നത്. ഇനി ലോജിക്കൽ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കമ്പാരിസൺ നടത്തും. ആ കമ്പാരിസൺ ഒക്കെ നടക്കുന്നത് ഈ ലോജിക്കൽ യൂണിറ്റിലാണ്, ലോജിക് യൂണിറ്റിലാണ്. അതായത് 2 സംഖ്യകൾ കൊടുത്തിട്ട് ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നെല്ലാം ചോദിക്കുന്ന ആ കമ്പാരിസൺ ലോജിക് യൂണിറ്റിലാണ് നടക്കുന്നത്. ഇനി അടുത്തതാണ് മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ സൂക്ഷിച്ചു വയ്ക്കുന്ന യൂണിറ്റിനെയാണ് നമ്മൾ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈം നമ്മൾ ഡാറ്റ ഇൻപുട്ട് ചെയ്യുമ്പോൾ അതും ഒരു മെമ്മറിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് റിസൾട്ട് കിട്ടുന്ന ആ റിസൾട്ടിനെയും ഒരു മെമ്മറിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ 2 ടൈപ്പ് മെമ്മറിയാണുള്ളത്. ഒന്ന് പ്രൈമറി മെമ്മറിയും ഒന്ന് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള മെമ്മറിയാണ്. ഈ മെമ്മറിയിലുള്ള ഡാറ്റ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നു. എന്നാൽ സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിലോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് ഈ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. അതൊരു പെർമനൻറ്റ് സ്റ്റോറേജ് യൂണിറ്റാണ്. ഇങ്ങനെ കൺട്രോൾ യൂണിറ്റ്, അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ് ഇതിനെല്ലാം കൂടിയിട്ടാണ് നമ്മൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഈ തൊട്ടു നോക്കാവുന്ന പാർട്സുകൾ, അതായത് ഹാർഡ്വെയറും അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് കിട്ടുന്ന നമുക്കൊരു റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, രണ്ടിൻ്റെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ആണ് കമ്പ്യൂട്ടറിൽ നടക്കുന്നത്. ഇനി കമ്പ്യൂട്ടറിനോട് അനുബന്ധിച്ച് വരുന്ന ഒരു കാര്യമാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. എന്താണ് ബൂട്ടിംഗ്? ബൂട്ടിങ് 2 ടൈപ്പ് ബൂട്ടിംഗ് ഉണ്ട്. കോൾഡ് ബൂട്ടിങ്ങും വാം ബൂട്ടിങ്ങും. ഒരു കമ്പ്യൂട്ടർ ഓൺ ആകുന്നതിനെയാണ് നമ്മൾ ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ആദ്യം സ്വിച്ച് ഓൺ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യണം. നമ്മൾക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് അതിൽ റെഡി ആയിരിക്കണം. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് റൺ ആവുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെ നമുക്ക് ബയോസ് എന്ന് വിളിക്കാം. അതായത് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, ബയോസ് എന്ന് വിളിക്കുന്നു. നമ്മുടെ ഹാർഡ്വെയറിൽ പെർമനൻ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ബയോസ് എന്ന് പറയുന്നത്. ഇനി ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഹാങ് ആയിപ്പോയി. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? റീബൂട്ട് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു ബൂട്ടിങ് 2 ടൈപ്പിലുണ്ട്, കോൾഡ് ബൂട്ടിങ്ങും
വാം ബൂട്ടിങ്. ഫസ്റ്റ് ടൈം ഒരു കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്തിട്ട് അതിൽ ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വന്ന് ആ കമ്പ്യൂട്ടർ സെറ്റ് ആവുന്നതിനെയാണ് നമ്മൾ കോൾഡ് ബൂട്ടിങ് എന്ന് പറയുന്നത്. വാം ബൂട്ടിങ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കമ്പ്യൂട്ടർ ഹാങ് ആവുമ്പോൾ നമുക്ക് പലപ്പോഴും റീബൂട്ട് ചെയ്യേണ്ടി വരും, അതായത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാം ബൂട്ടിങ് എന്ന് പറയുന്നത്. കോൾഡ് ബൂട്ടിങ്ങിൽ ഓരോ തവണ ചെയ്യുമ്പോഴും അതിലേക്ക് ഈ ബയോസിനെ വീണ്ടും ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തു, വീണ്ടും അത് ഓൺ ചെയ്യുമ്പോൾ ഈ ബയോസിനെ വീണ്ടും റീലോഡ് ചെയ്യണം. എന്നാൽ വാം ബൂട്ടിങ്ങിൽ ഇത്തരത്തിൽ ബയോസിനെ റീലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.